Good morning, students. APJ Abdul Kalam Technological University കീഴിൽ B.TECH-S2 സെമസ്റ്ററിൽ പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ MAT 102 വെക്ടർ കാൽക്കുലസ് ഡിഫറൻഷിയേഷൻ ആൻഡ് ട്രാൻസ്ഫോംസ് എന്ന പേപ്പർ എഴുതുവാൻ തയ്യാറെടുക്കുകയാണ്. നിങ്ങളുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായി ഈ പേപ്പറിൽ അടങ്ങിയിട്ടുള്ള 5 മോഡ്യൂളുകളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. നാളെ അത് ഭംഗിയായി പരീക്ഷാ പേപ്പറിൽ എഴുതുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഉയർന്ന വിജയം ലഭിക്കുവാനും കഴിയട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിച്ച ഈ 5 മോഡുകളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനപ്പെട്ട ഫോർമുലാസുകൾ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം ഈ ഫോർമുലാസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. അങ്ങനെ 30 മാർക്കാണ്. ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം. ഈ 10 ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്താൽ, കൃത്യമായി നിങ്ങൾ ചെയ്താൽ, ശരിയായി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 30 മാർക്ക് ലഭിക്കും. പാർട്ട് ബിയിൽ ഓരോ മോഡ്യൂളിൽ നിന്നും 2 ഫുൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. അത് ഏത് ഫുൾ ക്വസ്റ്റ്യൻ ആണ് ചെയ്യണേന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ 11A ചെയ്താൽ 11B നിങ്ങൾ ചെയ്തിരിക്കണം. അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റ് പറ്റരുത്. അങ്ങനെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു മോഡുകളിൽ നിന്ന് ഒരു ഫുൾ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് 14 മാർക്ക് കിട്ടും. അങ്ങനെ 5 മോഡുകൾ ആവുമ്പോൾ 14 × 5 70 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. പാർട്ട് ബിയുടെ കേസ് ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നത്, ഭംഗിയായി എഴുതാൻ കഴിയുന്നത്, ആ ക്വസ്റ്റ്യൻ കൃത്യമായി നമ്പർ ഇട്ട് നിങ്ങൾ ചെയ്യുക. അത് തുടക്കത്തിൽ എങ്ങനെ ചെയ്തു പോരുമ്പോൾ പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഫോർമുലാസ്, കണക്ടർ ഫോർമുലാസ് എല്ലാം നിങ്ങൾ പേപ്പറിൽ കൃത്യമായി എഴുതണം. അതോടൊപ്പം തന്നെ എല്ലാ പ്രോബ്ലത്തിന്റെയും എല്ലാ സ്റ്റെപ്സുകളും നിങ്ങൾ ഭംഗിയായി എഴുതുവാൻ ശ്രമിക്കുക. സമയം കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിച്ചു വെച്ചത് കൃത്യമായി ഓർത്തെടുക്കാനും ഭംഗിയായി എഴുതുവാനും നിങ്ങൾ കഴിയട്ടെ. അതിന് ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ ധാരാളമായി വർഷിക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.